അതാണ് ഈ വാക്കുകൾ കൊണ്ട് നമ്മൾ അമ്മാനെ പാടുമ്പോ സൂക്ഷിക്കണം. നല്ല നല്ല വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ അപ്പൊ തന്നെ രചന കയറി പിടിക്കുമോ. ഈ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്നവരായതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും അതിർത്തി എന്ന് കേട്ടാലേ അതൃപ്തിയാണ്. ഞാൻ നേരിട്ട് വന്നൊരു സ്റ്റാൻഡപ്പ് പറഞ്ഞ നീ അവിടെ ഉണ്ടാവൂല. ഇണയെ നഷ്ടപ്പെട്ടാൽ ജീവിക്കാൻ പറ്റാത്ത വസ്തു ചെരുപ്പാണെന്ന് പറയും. പക്ഷെ അത് ഉയർത്തെഴുന്നേൽക്കും. ആരിലൂടെ? കുടിയന്മാരിലൂടെ ഉയർത്തെഴുന്നേൽക്കും. എന്നെ കാണാൻ നിന്നെക്കാളും വണ്ണം തോന്നും കുഞ്ഞിക്കണ്ണ, എന്നിട്ടെന്തേ ജിമ്മി പോകാൻ എന്നോടൊപ്പം വന്നില്ല നീ? Once upon a time, once upon a time, once upon a time, once upon a time. Hello, hi, നമസ്കാരം. ഇത് Once Upon a Time സീസൺ 4 സ്റ്റാൻഡ് അപ്പ് ഫോർ ഗേൾസ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഒരു ഫൺ റൈഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ ആ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്താലോ? നമ്മുടെ ഷോയുടെ നിറസാന്നിധ്യമായ ശ്രീ രമേശ് പിഷാരടി and the gorgeous രചന നാരായണൻകുട്ടി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഷോ ഒരിക്കലും കംപ്ലീറ്റ് ആകത്തില്ല നമ്മുടെ താത്തയുടെ പ്രസൻസ് ഇല്ലെങ്കിൽ. നമുക്ക് സ്വാഗതം ചെയ്യാം താത്ത പ്രോ മാക്സ്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മുടെ ഫ്ലോറിൽ ഇതിനോടകം തന്നെ കൊച്ചുകുട്ടികളും ചേച്ചിമാരും ഒക്കെ ഒത്തിരി പേര് വന്ന് സ്റ്റാൻഡപ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടും നമ്മളത് താത്തയെ കൊണ്ട് ഇതുവരെ ഒരു സ്റ്റാൻഡപ്പ് പറയിപ്പിച്ചില്ലല്ലോ എന്ന്. അതൊരു പോയിന്റ് ആണ് അല്ലേ? കണ്ടോ എത്ര സപ്പോർട്ടാ. പക്ഷെ വീട്ടില് സ്റ്റാൻഡപ്പ് പറയാറുണ്ട്. ആണോ? താത്തയുടെ സ്റ്റാൻഡപ്പ് പറയാറുണ്ട്. പിന്നെ ഞാൻ നേരിട്ട് വന്നൊരു സ്റ്റാൻഡപ്പ് പറഞ്ഞ നീ അവിടെ ഉണ്ടാവൂല. അല്ല, ഞാനിവിടെ അല്ലെങ്കിലും കാണില്ല, ഞാൻ മാറിയിരിക്കുന്നത്. അതല്ല, പിന്നെ ഒരിക്കലും നിന്നെ വിളിക്കൂല. അതാണ് താത്തേന്റെ ഒക്കെ സ്റ്റാൻഡപ്പ് ഭയങ്കരമാണ്. ഞാനൊക്കെ പല സ്ഥലങ്ങളിൽ പല വേദികളിൽ ഒരുപാട് സ്ഥലത്ത് സ്റ്റാൻഡപ്പ് കേട്ടിട്ടുണ്ട് താത്തയുടെ. അതിന് താത്തന് വലിയ പൈസയാവും താത്ത പറയണമെങ്കിൽ. ഇനി വലിയ എമൗണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ താത്ത അങ്ങനത്തെ സ്റ്റാൻഡപ്പ് ഒക്കെ പറയുള്ളൂ. താത്തയുടെ തോർത്തേറിയ അതാണ്ട് പറഞ്ഞാലോ? തോർത്തേറിയ അതറിയില്ലേ? മൂത്താപ്പയുടെ ഒരു തോർത്തുണ്ടായിരുന്നു വീരാനിക്കാക്ക് കിട്ടിയത്, കുടുംബപരമായിട്ട് കിട്ടിയ തോർത്ത. ഈ തോർത്ത് ഒരു ദിവസം വീരാനിക്ക വന്ന് നോക്കിയപ്പോ കീറിയിരിക്കണു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ആരാടെ ഈ തോർത്ത് കീറിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ഞപ്പൻ കീറിയാന്ന് പറഞ്ഞു. ഇത് തന്നെയാ വീരാനിക്കൻ ചോദിച്ചേ, അതാരാന്ന്. പിന്നെ അത് ചോദിച്ചിട്ട് പുള്ളിയാണ് പ്രശ്നമായി. ഞാൻ പറഞ്ഞു, എന്റെ മനുഷ്യനെ ഇത് കുളിച്ചപ്പോ കുഞ്ഞപ്പൻ കീറിയാന്ന്. അപ്പൊ പുള്ളി പറയാ, ആഹാ, ഈ കുളിക്കണ സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത് കീറണമെങ്കിൽ നീയും കുഞ്ഞപ്പനും തമ്മിലുള്ള ബന്ധം എന്താ? അതാണ് അറിയേണ്ടത്. അങ്ങനെ പ്രശ്നമായി വഴക്കാട് മൂത്തില്ലേ, എന്നെ ഇടിക്കുന്നുള്ള നിലയെത്തിയപ്പോ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മനുഷ്യനെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ തോർത്ത് എടുത്തുകൊണ്ട് തോട്ടിലെ വെള്ളത്തിൽ നിന്ന് കുളിക്കുകയായിരുന്നു. അപ്പൊ സോപ്പ് കയ്യിൽ നിന്ന് വെള്ളത്തിൽ പോയി. അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പ മൂട് കയറി പോയത് അങ്ങനെ. അതാണ് ഈ വാക്കുകൾ കൊണ്ട് നമ്മൾ അമ്മാനെ പാടുമ്പോ സൂക്ഷിക്കണം. നല്ല നല്ല വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ അപ്പൊ തന്നെ രചന കയറി പിടിക്കുമോ. രമേശൻ എപ്പോഴും ഈ വാക്കുകൾ കൊണ്ട് അമ്മാനെ പാടുന്ന ഒരാളാണ്. അമ്മാനൊന്നും ആടാറില്ല, ജീവിക്കാൻ അത്യാവശ്യം വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അമ്മാനെ മാടിയപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു എന്നെക്കാൾ കൂടുതൽ എന്റെ ഭാര്യ വാക്കുകൾ ഒരുപാട് കയ്യിൽ നിന്ന് പോകുന്ന ഒരാളാണ്. കാരണം ഇവിടുന്ന് മലയാളം പഠിച്ച ആളല്ലല്ലോ, പിന്നീട് ഒരുപാട് വൈകി വന്ന് മലയാളം പഠിച്ചതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് തെറ്റിക്കലും നമുക്ക് തെറ്റിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ വളരെ വലിയ വ്യാകരണ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവര് വളരെ കൃത്യമായിട്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം രാത്രി കൊച്ചിനെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഒച്ചത്തി വർത്താനം പറഞ്ഞപ്പോ, ഞാൻ ഒച്ച എടുക്കല്ലേ, കൊച്ചിനെ ഞാൻ ഉറപ്പിച്ചു വെച്ചതേ ഉള്ളെന്ന് പറഞ്ഞു. ഉറക്കിയതെന്നുള്ള ഉറപ്പിച്ച് വെച്ചതേ എന്നുള്ളൂ. ഇപ്പൊ പട്ടികൾ, കുരങ്ങന്മാർ അല്ലെ, അങ്ങനെയല്ലേ? അപ്പൊ മാറ് വെച്ചിട്ടാണ് കുരങ്ങനെ നമ്മള് പ്ലൂരലാക്കുന്നത്, കൾ വെച്ചിട്ടാണ് പട്ടിനെ ആക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോ അമ്പലത്തിൽ നിന്ന് വരുമ്പോ രാവിലെ റോഡ് സൈഡിൽ മുഴുവൻ കുറെ പട്ടിമാരുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? കാറൊന്ന് കഴുകിക്കോളൂ, കാറിന്റെ മേത്ത് മുഴുവൻ ചെളിയാണ് എന്ന് പറയും. അങ്ങനെ നമുക്ക് തീരെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വ്യാകരണ തെറ്റുകള്. നല്ലൊരു സിനിമ നോക്കാൻ പോയാലോ എന്ന് പറയും. കാണാനും നോക്കാനും ഒരു അർത്ഥമല്ലേ? അർത്ഥമൊക്കെ കറക്റ്റ് ആയിരിക്കും. എന്റെ കസിൻസ് ഈ പുറത്ത് പഠിച്ച് വളർന്ന കുട്ടികളുണ്ട്. അവര് വരുമ്പോഴത്തേക്ക് ഇതുവരെ തന്നെ അവർക്ക് മാറിപ്പോവും. അവര് പറയും മഴ വീഴുന്നു എന്ന് പറയും.
മഴ പെയ്യുന്നു എന്ന് പറയുന്നതിന് വരെ മഴ വീഴുന്നു എന്ന് പറയും. പിന്നെ ചില തെറ്റുകൾ ഞാൻ തിരുത്തി കൊടുക്കൂല. തിരുത്തി കൊടുക്കാത്ത എനിക്ക് വെറുതെ രസമാണ്. ഒരു ദിവസം ഒരു ഇതെടുത്തിട്ട് ഞങ്ങൾ ശംഖുമുഖം ബീച്ചിൽ പോയി. ശംഖുമുഖം ബീച്ചിൽ പോണ വഴിക്ക് ഇവിടെ ആരാണ്ടൊക്കെ വിളിച്ചപ്പം ഇവിടെ ഇങ്ങനെ കേൾക്കുന്നുള്ളൂ, കാറിലിരിപ്പുണ്ട്. എന്നിട്ട് ആരെയോ വിളിച്ചിട്ട് പറഞ്ഞു, ആരോ വിളിച്ചപ്പോൾ എവിടെ പോവാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങള് ഷൺമുഖം ബീച്ചിൽ പോവാന്ന്. പിന്നെ ഞാൻ തിരുത്താൻ പോയില്ല. ശംഖുമുഖത്ത് പോയി 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഇംഗ്ലീഷ് എഴുതി വെച്ച് നോക്കി പറഞ്ഞു, ഇത് ശംഖുമുഖം എന്നാണോ? ഞാൻ പറഞ്ഞു അതെ. ഇതേന്നേരം ഞാൻ ആൾക്കാരോട് മുഴുവൻ ഷൺമുഖം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ തിരുത്താൻ ഞാൻ പറഞ്ഞു ഒരു സുഖം, ഒരു മനസ്സുഖം. വേറൊരു വീട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ രാവിലെ ഒരു വിവാഹത്തിന് പോവായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇച്ചിരി വെറ്റില മേടിച്ചോണ്ട് വരാമെന്ന് ചോദിച്ചു. നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അങ്ങ് കേട്ടെങ്കിലും വെറ്റില അങ്ങനെ എങ്ങനെയും കിട്ടൂല. നിങ്ങളിപ്പോൾ ഈ റോട്ടോട്ട് ഇറങ്ങി വെറ്റില അന്വേഷിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് കടകളിൽ, ചില കടകളിൽ മാത്രമേ വെറ്റില ഉണ്ടാവും. മുറുക്കാനേ ആൾക്കാർ കുറവാണ്. അല്ലെങ്കിൽ പൂജാ സാധനം വിൽക്കുന്ന കടയായിരിക്കണം. സർവോപരി ഇത് ഏർലി മോർണിംഗ് ആണ്. നിശ്ചയത്തിന് ഒരു 9, 9, 10 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തണം. അതിനുവേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാന് പോകുന്ന വഴിക്ക് പല കടകളിൽ നിർത്തിയിട്ട് ഇവരോട് ഇവിടെ വെറ്റില ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു ബേക്കറിയിലൊക്കെ കയറ്റി വിട്ടു. സത്യമായിട്ടും ഈ ബേക്കറി ഒക്കെ തുറന്ന് രാവിലെ ആളുകൾ ഇവിടെ എന്നിട്ട് ചേട്ടാ എന്താ വെറ്റില ഉണ്ടോ? ഇവിടെയോ? ഇല്ല മുഖം എന്ന് പറഞ്ഞിട്ട്. അതുമല്ല വെറ്റില ചോദിച്ച് അത്യാവശ്യം ഒരുങ്ങി ഒരു പെങ്കൊച്ച് നല്ലോണം രാവിലെ 8 മണിക്ക് അവർക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്ത് തത്വമാണ്. ഒരു കൊല്ലമായിട്ടില്ല ഇത് കഴിഞ്ഞിട്ട്, കുറെ കാലം, ഒറ്റ കൊല്ലമായിട്ടില്ല. എത്ര കടയിലെന്നറിയോ ഞാൻ കയറ്റിയത്? ബേക്കറി കയറ്റി, ബേക്കറിയിൽ കയറ്റി, മിൽമയിൽ കയറ്റി, കുറെ സ്ഥലങ്ങൾക്ക്. എല്ലായിടത്തും ചെന്ന് വെറ്റില ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുമായിരുന്നു. ഗുഡ് നൈറ്റ് കൊതുകുതിരി ഇറങ്ങിയ സമയത്താ അപ്പൊ അങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോർ ചെന്നിട്ട് ഗുഡ് നൈറ്റ് ഉണ്ടോന്ന് ചോദിച്ചപ്പോ അയാൾ പറയാ, എന്റെ പൊന്നെ ഇത് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രാത്രി എന്നാണ്, അല്ലാണ്ട് അതൊരു ഉൽപ്പന്നമൊന്നും അല്ല. അതുകൊണ്ട് എന്നെ ഒരുപാട് ഉപദേശിച്ച അയാള്. പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് വേറൊരു കടയിൽ നിന്ന് തപ്പി പിടിച്ച് മേടിച്ച അയാളെ കൊണ്ടേ കാണിച്ചു. ഇതാണ് എന്തായാലും ചേട്ടനും താത്തേക്ക് ഇങ്ങനെ കഥകൾ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ മത്സരം തുടങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. കണ്ടസ്റ്റൻസിനെ വെൽക്കം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം കാവ്യ ശ്രീനിവാസ് ആൻഡ് സോഫി പോൾ. ഇന്ന് മത്സരം തീപാറും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയാറുള്ളൂ. ഇന്ന് രണ്ടുപേരും കട്ടയ്ക്ക് വന്നിരിക്കുന്നത്. എനിക്ക് സോഫി ചേച്ചിയുടെ മുഖം കണ്ടാൽ അറിയാം കാവ്യ ജയിക്കണേന്ന് പ്രാർത്ഥിക്കുകയാണ്. കാവ്യയുടെ മുഖം കണ്ടാൽ അറിയാം സോഫി ചേച്ചി ജയിക്കണേന്ന് പ്രാർത്ഥിക്കുകയാണ്. ആണോ സോഫി ചേച്ചി? അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നലെ ഞങ്ങള് രാത്രി അടിയായിരുന്നു. ഞങ്ങള് രണ്ടുപേരും ഒരു റൂമിലായിരുന്നു. അപ്പൊ ഇവിടെ ലേറ്റ് ആയിട്ട് ഇന്ന് ചെയ്യണമല്ലോ. അപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറാക്കണം. ഞാൻ എൻ്റെ മോളായിട്ട് സംസാരിക്കും. സോഫി ചേച്ചി ഒന്ന് ഫോൺ നിർത്തിക്കുക, എനിക്ക് ഇത് സ്ക്രിപ്റ്റ് ശരിയാക്കണം. ഓ അന്ന് ശരി, ഞാൻ നിർത്തി. അപ്പൊ അവള് ഫോൺ എടുത്ത് ഭർത്താവായിട്ട് വിളിച്ച് സംസാരിക്കണു. അങ്ങോട്ട് പറഞ്ഞില്ലേ ഫോൺ വെക്കാൻ പറഞ്ഞില്ല? സോഫി ചേച്ചിക്ക് അതൊക്കെ മനസ്സിലാവും. പിള്ളേരുടെ എനിക്ക് ഇച്ചിരി മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, അവരുടെ രാത്രി ഇതൊക്കെ കിന്നാരം നടക്കട്ടെ എന്നുള്ളത് തന്നെ. കഥ വേണ്ട മക്കളെ, കഥ ശ്രദ്ധിച്ചു കേട്ടോ. 3 സിനിമയുടെ കഥ ഒറ്റ കഥയാക്കി പറയണം. അമ്പലത്തിലെ ഉത്സവത്തിന് നടക്കുന്ന ഗാനമേളയ്ക്ക് പ്രധാന ഗായകനാണ് ജൂനിയർ യേശുദാസ് ശശികുമാർ. ആ നാട്ടിലേക്ക് അവൻ എത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പാടാൻ നിശ്ചയിച്ചിരുന്ന പെൺകുട്ടിയുടെ പാട്ട് ഇഷ്ടപ്പെടാതെ വന്ന നായകൻ ആ നാട്ടിലെ ഒരു വീട്ടിലെ ജോലിക്കാരിയായ പെൺകുട്ടിയെ കൂടെ പാടിക്കുന്നു. പിന്നീട് മരപ്പണിക്കാരനായി അതേ നാട്ടിലെത്തുന്ന നായകൻ ആ പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്നു. മകനെ ഒരു സുഹൃത്തിനെ പോലെ കണ്ടിരുന്ന അപ്പൻ കൊച്ചുതോമ ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ആ റോയിയെ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നു. ഭാര്യ വീട്ടിൽ താമസമാക്കിയ റോയി വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാതെ വന്നപ്പോൾ തൻ്റെ സിനിമാ മോഹം ഉപേക്ഷിച്ച് ഒരു വർക്ക് ഷോപ്പ് തുടങ്ങുന്നു, K&K ഓട്ടോമൊബൈൽസ്. വർക്ക് ഷോപ്പിലേക്ക് കോണ്ടിനെൻ്റൽ എക്സ്പോർട്ടിൽ നിന്നും ഒരു കാർ നന്നാക്കാനായി കോൾ വരുന്നു. പ്രൊപ്പറേറ്റർ മനോഹരനും പണിയറിയാത്ത ഒരു പണിക്കാരനും കൂടി വണ്ടി നന്നാക്കാനായി ചെല്ലുന്നു. ഒടുവിൽ പണിത് വന്നപ്പോൾ ഡോറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് മാത്രമുണ്ടായിരുന്ന വണ്ടിയുടെ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. നല്ല കഥയാണ്. എന്താ കാവ്യ ആലോചിക്കണേ? ഒന്നും കിട്ടിയില്ലേ? കിട്ടിയായിരുന്നു.
സോഫിയുടെയോ? ചേച്ചിക്കോ? ഒരെണ്ണം കിട്ടി. ഒരെണ്ണം കിട്ടി. കാവ്യക്ക് എത്ര എണ്ണം കിട്ടി? ഒരെണ്ണം കിട്ടി, ഒരെണ്ണം ശരിയാണോന്ന് അറിയില്ല. ശരി, അപ്പൊ ആദ്യം ഒരെണ്ണം കിട്ടി. സോഫി ചേച്ചി പറയൂ. സൗണ്ട് തോമ. ഓക്കെ, ബാക്കി 2 എണ്ണം കാവ്യ പറ. കാവ്യ പറയൂ. സല്ലാപം ഫസ്റ്റത്തെ, ആ, സെക്കൻഡ് മറ്റേ വീണ്ടും ചില വിട്ടുവിശേഷമാണോ? അങ്ങനെ ഒരു സിനിമയില്ല. മറ്റേ തിലകനും ജയറാം സംഭവമൊക്കെ ശരിയാണ്. അതെ, ഒന്ന് പേരൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. കറക്റ്റ് അതെ. വീണ്ടും ചില വീട്ടുവിശേഷങ്ങൾ അല്ലെ, വീട്ടുകാര്യങ്ങൾ. ആ, 2 എണ്ണമായി. ഇനി ഓപ്പറേറ്റർ KNK ഓട്ടോമൊബൈൽസ്. സിനിമ ഓർമ്മയുണ്ട്, പേര് അങ്ങ് വരുന്നില്ല. പഴയ ജഗതിയുടെ അല്ലേ? അരം പ്ലസ് അരം കിന്നര. ശരി, ഓക്കെ. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് കഴിയുമ്പോഴത്തേക്കും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരിക്കുന്നത് കാവ്യയാണ്. സോ ഷീ ഈസ് പെർഫോമിംഗ് ഫസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഹായ് ഹായ്, നമസ്കാരം. ഞാൻ കാവ്യ ശ്രീനിവാസ്, ഒഫീഷ്യൽ മെയ്ഡ് ഇൻ കുന്നംകുളം. കുറെ നാളുകളായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് ഒരു ചോദ്യമുണ്ട്, ആരാണ് ഈ ശ്രീനിവാസൻ? വേറെ ആരുമല്ല, എന്റെ സ്വന്തം പിതാശ്രീ. വേറൊരു ചോദ്യമുണ്ട്, അപ്പോ ഹസ്ബൻഡോ? ഉണ്ട്, മിസ്റ്റർ ലിബു ആലുംപറമ്പിൽ, എന്റെ സ്വന്തം ആലുംപറമ്പൻ. കുറെ നാളുകളായിട്ടേ എല്ലാരും വന്നിട്ട് നാട്ടുകാരെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും വീടിനെയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ അവസരം അതിനുവേണ്ടി അങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. പാട്ടിലങ്ങോട്ട് തുടങ്ങാം. അതാണ് എൻ്റെ ഒരു ഇത്. കേരനിരകളാടും നൊരു ഹരിത ചാരു തീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും. കണ്ടാ പറയില്ലെങ്കിലും കുടിക്കാൻ ഒരു തരി വെള്ളം കിട്ടാത്ത, എന്നാ വെള്ളത്താ ചുറ്റപ്പെട്ട ഒരു തുരുത്തിന്നാണ് ഞാൻ വരുന്നത്. പക്ഷേ അതിന്റെ അഹങ്കാരം എനിക്കോ എൻ്റെ നാട്ടുകാർക്കോ ഇല്ല എന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങൾ എല്ലാവരും തന്നെ ഭയങ്കര അഹങ്കാരികളാ. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ കൂടി ഒറ്റച്ചാട്ടത്തിന് എറണാകുളം ജില്ലയിൽ എത്താന്നുള്ളതാണ് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത്. ഭൂപടത്തില് ഉണ്ടാവും പെരിയാറിന്റെ കൈവഴിയായ കോട്ടപ്പുറം കായലിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന വലിയ പണിക്കൻതുരുത്ത് അഥവാ VP തുരുത്ത്. ഈ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്നവരായതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും അതിർത്തി എന്ന് കേട്ടാലേ അതൃപ്തിയാണ്. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ വെല്ലുമില്ലേ, രാവിലെ എഴുന്നേറ്റ് വരണത് പോലും ഞങ്ങളുടെ വേലി എങ്ങാനും പുള്ളിക്കാരിയുടെ അടുക്കളയിലുണ്ടോ എന്നുള്ള ഒരൊറ്റ പേടിയില്ല. ഇതില്ലാന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പില്ലേ, നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് സർവേ കല്ലിന് ചുറ്റും ഒരു 3-4 വലത്തിടും. അവിടെ എന്തെങ്കിലും ഒരു അനക്കം തട്ടിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ചിരട്ടക്കേറ്, മടലിനടി, ചാരം കലക്കി ഒഴിക്കൽ എന്നീ കലാപരിപാടികൾ കൊണ്ട് പുള്ളിക്കാരി നാടിനെ മൊത്തത്തിൽ അങ്ങോട്ട് ഹരം കൊള്ളിക്കും. പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് നിസാരം 2 കിലോമീറ്റർ മാത്രം ദൂരം ഉള്ളതുകൊണ്ട് താനാരോ തന്നാരോ താനാരോ തന്നാരോ, ബാക്കി പാടാൻ പറയരുത്, വല്ല നെറ്റിലും പോയി സെർച്ച് ചെയ്യും. അപ്പൊ ഈ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിർത്തിയുടെ കാര്യത്തിൽ ഭയങ്കര അതൃപ്തിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലെ അയൽപക്ക ബന്ധം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇല്ല. അതുകൊണ്ട് എനിക്ക് അയൽവാസികളെ കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ കുറെ അന്തവും കുന്തുമില്ലാത്ത ബന്ധുക്കളാണ് എനിക്കുള്ളത്. അവരെ കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നിൽക്കൂല, വല്ല മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഈ തുരുത്തിലെത്തി എന്നൊന്ന് പറയട്ടെ. എൻ്റെ ഒരു +2 കഴിഞ്ഞ കാലഘട്ടം, പണ്ട് ഞാൻ നിങ്ങൾ ഈ കാണുന്ന പോലെയൊന്നും ആയിരുന്നില്ല. നല്ലൊരു ഡൗൺ സരസ് ആയിരുന്നു. ഡൗൺ സരസോ? അല്ല, ഭംഗിയുള്ളവർ അപ്സരസ്, അപ്പൊ താഴേക്ക് വരുമ്പോ ഡൗൺ സരസ്. എന്നാലും എന്നെ കണ്ട് എന്റെ കെട്ടിയോന് ഒരു പ്രേമം തോന്നി. 18 തികഞ്ഞ അന്ന് തന്നെ പുള്ളി എന്നെ കെട്ടിക്കൊണ്ടു വന്ന്. അപ്പൊ പ്രേമിച്ചിരുന്ന സമയത്ത് പുള്ളി എനിക്ക് തന്ന ഒരേ ഒരു വാഗ്ദാനം എന്ന് പറയണത് എന്തായിരുന്നെന്നറിയോ? ഈ അമ്പലത്തിൽ ഞാൻ എന്നും പോകുമായിരുന്നേ. അപ്പൊ നിനക്ക് കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിന് മുറ്റത്ത് കുളിച്ചു തൊഴാൻ വേണ്ടിയിട്ട്, നീരാടി കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുളം ഉണ്ടാക്കി തരാന്നായിരുന്നു. കെട്ടിക്കേറി അവിടെ ചെന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ മുറ്റത്ത് മുഴുവനും മടൽക്കുഴി. ഇതിലെവിടെ ഞാൻ കുളിക്കും? അപ്പൊ തന്നെ എനിക്ക് സത്യം മനസ്സിലായി, കുളിക്കാൻ പോയിട്ട് കുടിക്കാൻ പോലും ഒരു തരി വെള്ളം കിട്ടൂല. എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മള് വെള്ളം എന്ന് പറയുന്ന സംഭവമില്ല, പൈപ്പില്ല, ഒന്നുമില്ല. പിന്നെ ഈ പുഴ ഉള്ളത് കൊണ്ട് ബാക്കി എല്ലാ കലാപരിപാടികളും ഞങ്ങൾ പുഴയിൽ അങ്ങോട്ട് കഴിക്കും. ചോട്ടാമുമ്പേല് ബിജുക്കുട്ടൻ ചേട്ടൻ പറയണ പോലെയാ, പുഴയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പല്ലേപ്പും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ്. ഒരു ബക്കറ്റ് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കൊന്നും ആവൂലെന്ന് എനിക്കറിയാം. ഞങ്ങള് 1-2 പല്ലേപ്പ് കുളി സകലത്രയും കഴിച്ച് പശുവിനെയും കുളിപ്പിച്ച് ചിലപ്പോ ബാക്കി വെള്ളം നാളേക്കും വെക്കും. പക്ഷെ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകും കേട്ടാ.
അപ്പൊ ഈ പുള്ളിക്കാരൻ എന്നെ കെട്ടിയത് പോലും എന്തുകൊണ്ടാണെന്നറിയോ? വല്ലപ്പോഴും എന്റെ വീട്ടിൽ വരുമ്പോഴെങ്കിലും മര്യാദയ്ക്ക് ഒന്ന് നനച്ചടിച്ച് കുളിക്കാന്ന് വിചാരിച്ചിട്ടാ. എന്റെ നാത്തൂനിടയ്ക്ക് വരുവേ, ഇവിടുന്ന് കെട്ടിപ്പോയല്ലോ, എന്നിട്ട് വന്നിട്ട് ഒരു ഒടുക്കത്തെ ഡയലോഗാ, അമ്മ എനിക്ക് 2 നേരം കുളിച്ചില്ലെങ്കിൽ എന്തോ അവസ്ഥയാണെന്ന്. ഞങ്ങളുടെ നാട്ടില് ഇപ്പം ഞാൻ ഇങ്ങനെ എല്ലാ കാര്യത്തിലൊക്കെ ഇടപെടുന്ന ഒരാളാണേ. അപ്പൊ ഇങ്ങനെ വിട്ടാ പറ്റില്ല, കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം എന്ന് കരുതിയിട്ട് ഭയങ്കര സമരവും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ട് ഒരു പൈപ്പിന് സാങ്ഷൻ കിട്ടി. അപ്പൊ ഈ പൈപ്പിന് സാങ്ഷൻ കിട്ടിയപ്പോ തന്നെ ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഋഷ്യശൃംഗം മഴ പെയ്ച്ച സന്തോഷമായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളിത് വെറുതെ വിടൂല, ഒരു സെലിബ്രിറ്റീനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കുന്ന തീരുമാനമാക്കി. ഞാൻ നൈസായിട്ട് ഒരാളെ സംഘടിപ്പിച്ചു. 2 ആഴ്ച മുന്നേ, അപ്പൊ ചേട്ടാ അടുത്ത ചൊവ്വാഴ്ച ഞങ്ങളുടെ പൈപ്പിന്റെ ഉദ്ഘാടനമാണ്, ഒന്ന് വന്ന് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ആ വരാം മോളെ, 9:55 വരും, 10 മണിക്ക് പൈപ്പ് ഓണാക്കും, 1 കുടം വെള്ളം പിടിക്കും, പോകും. പിറ്റേ ആഴ്ചയെ ഞാൻ വിളിച്ച്, ചേട്ടാ അടുത്ത ആ ചൊവ്വാഴ്ചയല്ലേ, 9:55 വരും, 10 മണിക്ക് പൈപ്പ് ഓണാക്കും, 1 കുടം വെള്ളം പിടിക്കും, പോകും. പുള്ളി കറക്റ്റായിട്ട് വന്നിട്ടാ, ഒരു മനുഷ്യനാ, വാക്ക് പറഞ്ഞ വാക്കാണ്. പക്ഷെ 10 മണിക്ക് പൈപ്പ് ഓണാക്കി, വെള്ളം വന്നില്ല, കാറ്റ് മാത്രം. മണി 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് വാട്ടർ അതോറിറ്റിന്ന് കോള്, നമുക്ക് ആഴ്ചയിലേ വെള്ളം വരൂ, അത് തിങ്കളാഴ്ചയാണ്. പിന്നെ പുള്ളി നൈസായിട്ട് ഞങ്ങളുടെ സമ്പാദ്യം കൊണ്ട് തീറ്റിപ്പോറ്റുന്ന കരിമീനുകളെയും പിലോപ്പികളെയും പൊള്ളിച്ചും വറുത്തും ഒക്കെ കഴിച്ച് ഒരാഴ്ച അവിടെ നിന്ന് പിറ്റേ തിങ്കളാഴ്ച വെള്ളം വന്ന് കുളിച്ചിട്ടാണ് പോയത്. ഈ വെള്ളപ്രശ്നം മാത്രമല്ല, തുരുത്തായതുകൊണ്ടേ നാട്ടിലോകത്തുള്ള സകല കാക്കകളും വന്ന് ചേക്കേറണത് ഞങ്ങളുടെ തുരുത്തിലാ. ആദ്യമായി ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നവരെ പാലഭിഷേകം ചെയ്ത് സ്വീകരിക്കാന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. ഈ തുരുത്തിന്ന് ആകെ ഒരു പുറം ലോകത്തൊക്കെ ഇറങ്ങിയ ഒരാളെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ സെലിബ്രിറ്റിയാണ് ഞാൻ എൻ്റെ നാട്ടിലാ. അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേ നാട്ടിലൊരു ഫ്ലെക്സ് ഒക്കെ വെച്ച് അവര് രാത്രി എനിക്ക് ഫ്ലെക്സിന്റെ ഫോട്ടോ ഒക്കെ ഇട്ട് തന്ന്. എന്നാലും നമുക്ക് ഫ്ലെക്സ് ആയിട്ട് കാണുമ്പോ ഒരു സന്തോഷമൊക്കെയാണ്. ഇത് കാണാതിരുത്തിട്ട് പിറ്റേന്ന് ഞാൻ ചെന്നിട്ടാ കാക്ക ചതിച്ച് പരിപ്പിഞ്ചുമ്പുളി പാൽപ്പായസം, അയിനിക്കുരു ഉന്നുക്കുരു മഞ്ചാടി തുടങ്ങി സകല വെറൈറ്റികളും എൻ്റെ അകത്തുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണ് മാത്രം, അത് മാത്രം വെറുതെ വിട്ടു. പക്ഷെ അതുവഴി പോയൊരു സായിപ്പും മദാമയും മോഡേൺ ആർട്ടാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിന്റെ ഫോട്ടോയും വീഡിയോയും വരെ എടുത്തിട്ടാ പോയത്. ഇമാതിരി ചതിപ്പരിപാടികളൊക്കെ കാക്കകൾ ചെയ്യുമെങ്കിലും ഈ കടലിനടുത്ത് താമസിക്കുന്നവർക്ക് കടലിന്റെ എരമ്പലില്ലാതെ ഉറങ്ങാൻ പറ്റില്ല. ഈ റെയിൽവേയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് ആ ജർക്കിങ് ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് ഈ കാക്കയുടെ ഒച്ച കേട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. ഞാനിപ്പോ ഇവിടെ നമ്മുടെ ഷൂട്ടിനൊക്കെ വരുമ്പോ പോലും ഈ കാക്കയുടെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേൾക്കും. നിനക്കൊരു കാര്യം അറിയോ, എന്നെയൊക്കെ ഒന്ന് ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എന്നെ ഒന്ന് വിളിക്കണം. നവാസിക്ക നമ്പർ തരൂലട്ടാ, പക്ഷെ ഞാൻ ഹലോ പറയണതിന് മുന്നേ കാക്ക ഹലോ പറയും. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ശരിക്കും വെള്ളപ്രശ്നം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഭയങ്കര ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെയല്ലേ ജീവിക്കുന്നത്? ഓക്കെ രമേശേട്ടാ. കാവ്യ, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ പ്രശ്നം ചിലപ്പോൾ അവിടുത്തെ ഒരു വലിയ സോഷ്യൽ ഇഷ്യൂ ആയിരിക്കും, എങ്കിലും അതിനെ വളരെ ഞാനത് ഇവിടെ പറയാൻ വേണ്ടി തന്നെ പറഞ്ഞതാ, ഇപ്പോഴും ഉണ്ട്. എന്നാലും അതിനെ തമാശയായിട്ട് കാര്യങ്ങൾ പറഞ്ഞതെല്ലാം വളരെ നല്ലതായിരുന്നു. അവിടുത്തെ ഒരു വെള്ളത്തിന്റെ പ്രശ്നവും പെണ്ണ് കെട്ടാൻ പോക്കും പെണ്ണ് കിട്ടലും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പിന്നെ തന്റെ ശൈലിയും ഒക്കെ വളരെ നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. കാവ്യ, ആസ് യൂഷ്വൽ വെരി എനർജറ്റിക് പെർഫോമൻസ്. കാവ്യയുടെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുടക്കം തൊട്ട് ഇതുവരെ എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് കാവ്യ പല കാര്യങ്ങളും പറയുന്നതും പ്രസൻറ്റ് ചെയ്യുന്നതും എല്ലാം. അതിൽ പക്ഷേ എനിക്ക് ഒരു പേഴ്സണൽ സജഷൻ ഉള്ളത്, നമ്മൾ ഈ ഹാസ്യം പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും എന്താ പറയുക, ഇതൊരു ടെക്നിക്കൽ ടേം ആയിട്ട് പറയുകയാണെങ്കിൽ ആത്മസ്ഥം പരസ്ഥം എന്നൊക്കെ പറയും. നമ്മൾ ഈ നാട്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. നമ്മളെ തന്നെ കളിയാക്കുന്നത് ആത്മസ്ഥം, മറ്റുള്ളവരെ കളിയാക്കി പറയുന്നത് പരസ്ഥം, അങ്ങനെയാണ് പറയാം. അപ്പൊ പല സ്ഥലങ്ങളിലും കാവ്യനെ തന്നെ ഒന്ന് സെൽഫ് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടോ, കുറച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ടോ എന്നെനിക്ക് ഒരു ഡൗട്ടുണ്ട്. അത് ഒരു പരിധിവരെ നമ്മൾ ആസ്വദിക്കും, ഒരു പ്രാവശ്യം ആസ്വദിക്കും, രണ്ടാമത്തെ പ്രാവശ്യം ആസ്വദിക്കും. പക്ഷെ അതിൻ്റെ അളവ് കൂടുന്തോറും നമുക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെ പറയണേ എന്നുള്ളൊരു തോന്നൽ പേഴ്സണലി, വളരെ പേഴ്സണലായിട്ട് പറയുകയാണേ, എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി.
അപ്പോൾ അത് ഒരു ഹംബിൾ സജഷൻ എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് എടുക്കുക. ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ലാന്നേ. അല്ലാതെ തന്നെ എത്ര നല്ല കാര്യങ്ങൾ കാവ്യനെ പറ്റി പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ചും കൂടി നമ്മളെല്ലാവരെയും ചിരിപ്പിക്കാൻ പറ്റുന്ന കണ്ടന്റ്സ് ആയിട്ട് കാവ്യ വരണം. അല്ല, ആ തുരുത്തില് കിണറൊന്നും കുടിക്കാൻ പറ്റില്ല. ഉപ്പാണല്ലേ, ചുറ്റും ഉപ്പാണ്. എനിക്ക് മറ്റേ ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ആ വഴക്കുണ്ടാക്കാൻ തന്നെ തള്ളയുണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലെ. ചുമ്മാ ചുമ്മാ പറഞ്ഞാണ്. പക്ഷെ അങ്ങനത്തെ ഒരു തള്ളയുണ്ട്, എനിക്കറിയാവുന്ന ഒരു തള്ളയുണ്ട്. കാരണം എന്താ അറിയാമോ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് പുക ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കും. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു കാക്ക അല്ലെങ്കിൽ ഒരു പൂച്ച ഇങ്ങോട്ട് കടന്നു വന്നാൽ വഴക്കുണ്ടാക്കും. അങ്ങനെ ഒരു തള്ള. നേരം വെളുത്ത വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ ഉറക്കം വരാത്തൊരു തള്ളയുണ്ട്. അവസാനം ഒരു ദിവസം ഇവർ രാവിലെ നേരം വെളുത്ത് ഇരുന്നിട്ടിട്ട് അവിടുന്ന് പൂച്ചയും മഞ്ഞില്ല, അതുപോലെ പുകയും മഞ്ഞില്ല, ഒന്നും മഞ്ഞില്ല. ഇവർക്കാണെങ്കിൽ വഴക്കുണ്ടാക്കാതെ ഇരിക്കാൻ പറ്റണില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ടും വഴക്കുണ്ടാക്കാതിരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ഈ നാഴി ഉണ്ടല്ലോ, നാഴി, അരി ഇളക്കണ നാഴിയുമ്പോൾ കുറേ എണ്ണ പുരട്ടിയിട്ട് അത് കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ചു. അപ്പം അപ്പുറത്തെ വീട്ടിലെ ചേട്ടത്തി ഇങ്ങനെ നോക്കിയാൽ ഇയാളെന്തൊട്ടായി ചെയ്യണേ. അപ്പം നാഴിയുമ്പോൾ കൊണ്ടുവന്ന് എന്നാ ചേട്ടത്തി നാഴിയുമയൊക്കെ എണ്ണ തേച്ചോട്ട് കൊടുന്ന് ഇരിക്കുന്നത്. അപ്പോൾ ചേട്ടത്തി, നിന്റെ നെഞ്ചത്തൊന്നും അല്ല തേച്ചേക്കണം, എൻ്റെ നാഴിയുമയല്ലേ. പിന്നൊരു വഴക്ക്, അതിൻ്റെ പേരിലൊരു വഴക്ക്. എന്നാലും നന്നായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആ തുരുത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയ പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. എനിവേ കാവ്യ ഗംഭീരമായി, നമുക്ക് മാർക്സ്. നമുക്കിനി മറ്റൊരു ജെസ്സിക്കൻ പെർഫോമൻസ് കാണാം ഫ്രം സോഫി പോളി. ഇപ്പോഴത്തെ ഒരു ഫാഷനാണോ വിവരമില്ലായ്മയാണോ ബോധമില്ലായ്മയാണോ എന്ന് അറിഞ്ഞൂടാ. എല്ലാവർക്കും പഴമയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം പോവാൻ. പണ്ട് നമുക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. TV ഉണ്ടായിരുന്നില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല, വാഹനം ഉണ്ടായിരുന്നില്ല, മൊബൈൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങളും നമുക്കുണ്ടായിരുന്നില്ല. പണ്ട് വസ്ത്രം ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ പോലുള്ളവർക്കൊരു സുവർണ കാലഘട്ടമായിരുന്നു അത്, വസ്ത്രമില്ലായ്മയുള്ളത്. എന്താണെന്ന് വെച്ചാൽ അലക്കണ്ട, തേക്കണ്ട, തയ്പ്പിക്കണ്ട, കുട്ടികളുടെ യൂണിഫോം തേക്കണ്ട, ഇതൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ത്രീ പുരുഷ സമത്വം. ഒളിക്യാമറയില്ല, ഒളിഞ്ഞുനോട്ടമില്ല, ഒളിഞ്ഞോട്ടത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ അവിടെ. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെരുപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ചെരുപ്പില്ലാണ്ട് അന്നത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് നടക്കാൻ അറിയാം. ഇപ്പം നമുക്ക് ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല ചെരുപ്പില്ലാണ്ട്, അല്ലേ? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെരുപ്പ് എന്നൊക്കെ ഉത്തരം പറയണ കാലമൊക്കെ പണ്ടായിരുന്നു. ഇപ്പം ഏത് വെള്ളത്തിലും ചെളിയിലും മലയിലും കുന്നിലൊക്കെ കയറി നടക്കാവുന്ന ചെരുപ്പ് നമുക്കുണ്ട്. ചെരുപ്പോ നല്ല ചെരുപ്പ്, ചെരുപ്പോ നല്ല ചെരുപ്പ്, മെതിയടി ചെരുപ്പ്, പാളച്ചെരുപ്പ്, പകൽ ചെരുപ്പ്, ചെരുപ്പോ നല്ല ചെരുപ്പ്. പ്ലാസ്റ്റിക് ചെരുപ്പ്, റബ്ബർ ചെരുപ്പ്, വെള്ളിച്ചെരുപ്പ്, സ്വർണ്ണച്ചെരുപ്പ്, വാദത്തിനും വേദനയ്ക്കും ഇടാവുന്ന ചെരുപ്പ്, ഭാര്യയ്ക്കും ഭർത്താവിനും വലിച്ചെറിയാവുന്ന ചെരുപ്പുകൾ, കുടിയന്മാർക്കിടാവുന്ന ഒറ്റ ചെരുപ്പ് വരെയുണ്ട്. ഈ ഇണയെ നഷ്ടപ്പെട്ടാൽ ജീവിക്കാൻ പറ്റാത്ത വസ്തു ചെരുപ്പാണെന്ന് പറയും. പക്ഷെ അത് ഉയർത്തെഴുന്നേൽക്കും ആരിലൂടെ? കുടിയന്മാരിലൂടെ ഉയർത്തെഴുന്നേൽക്കും. പൂവാലന്മാരുടെ പേടി സ്വപ്നം, യുവതികളുടെ രക്ഷാമാർഗം. ഈ ചെരുപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ചില കളിപ്പാട്ടത്തിൻ്റെ രൂപമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഓട്ടോറിക്ഷയുടെ ഷേപ്പിലുള്ള ചെരുപ്പുണ്ട്, റോക്കറ്റിൻ്റെ ഷേപ്പിലുള്ള ചെരുപ്പുണ്ട്, കാറിൻ്റെ ഷേപ്പിലുള്ള ചെരുപ്പുണ്ട്. അങ്ങനെ ചെരുപ്പുകൾ പലവിധ. പഴയ കാലത്ത് ഇതിനെല്ലാത്തിനും ഒരു റബ്ബർ ചെരുപ്പാണ്. ഏത് കാര്യത്തിനും പോകണമെങ്കിൽ ഒരു റബ്ബർ ചെരുപ്പ്. അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. തേഞ്ഞ് ബ്ലേഡ് പരുവത്തിലായാലും അവിടെ ഒരു ചിത്രം രൂപപ്പെട്ടാലും നമ്മൾ ഉപേക്ഷിക്കില്ല. വാറ് പൊട്ടിയാലും ചാക്ക് ചേരുകൊണ്ട് കെട്ടി, സൂചി കൊണ്ടൊക്കെ, മുട്ട് സൂചി കൊണ്ടൊക്കെ തറച്ച് കെട്ടിയിരുന്ന കാലമൊക്കെ കിട്ടാം. എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവും. ആ കാലമൊക്കെ അന്നൊക്കെ അങ്ങനെയാണ്. ഇന്നങ്ങനെയാണോ? ചെരുപ്പും ഒരു പോറൽ കണ്ട ആ ചെരുപ്പ് വീടിൻ്റെ പിന്നിലാണ്. പിന്നെ ഇപ്പോൾ ചെരുപ്പ് ഒരു മഹാസംഭവമാണ്. രാഷ്ട്രീയത്തിലും നല്ല പിടിപാടാണ് ഈ ചെരുപ്പ്. നോട്ടുമാല മാറി ചെരുപ്പ് മാല വന്ന് ഈ രാഷ്ട്രീയത്തിലൂടെയാണ്. ചെരുപ്പേർ എന്നൊരു കലാരൂപം ഉടലെടുത്തത് രാഷ്ട്രീയത്തിലൂടെയാണ്. ഒരു
വീടിന്റെ ഗേറ്റ് ഇങ്ങോട്ട് തുറന്ന് ചെന്നാ അവിടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കണമെന്ന് നമുക്ക് തോന്നും. അത്രയധികം ചെരുപ്പുണ്ട്. വീട്ടിൽ 2 or 3 പേരേ ഉള്ളൂ. കുളി പോവാൻ, ചന്തയ്ക്ക് പോവാൻ, പള്ളിയിൽ പോവാൻ, മുറ്റത്തുലാത്താൻ, എല്ലാത്തിനും വേറെ ചെരുപ്പ്. ഇനി ഗേറ്റ് എങ്ങാനും തുറന്ന് കിടന്നാലോ പട്ടിക്ക് ജാഗ്രയാ, പട്ടിക്ക് ഒരു വീക്ക്നെസ്സാ. അടുത്ത വീട്ടിലെ പട്ടി വന്ന് ഈ ചെരുപ്പ് എങ്ങാനും എടുത്തുകൊണ്ടേ നമ്മളെങ്ങാനും ചോദിക്കാൻ ചെന്ന അവിടുത്തെ പട്ടിയുടെയും ഉടമസ്ഥനെയും നിപ്പ് കണ്ട ഇത്രയും നല്ല ഉണ്ണികൾ വേറെ ഇല്ലാന്ന് വിചാരിക്കും. തിരിച്ച് നമ്മളിങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഫ്ലൈങ് സോസ് പോലെ മതിലിൻ്റെ മുകളിൽ കൂടെ ചെരുപ്പുകൾ ഇങ്ങോട്ട് വന്ന് വീണ കാണാം. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പോകണം. വീടിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കടന്നു തന്നാലോ റാക്ക് നിറയെ ചെരുപ്പാ. മുണ്ട് ഷർട്ടിനും, ജുബയ്ക്ക് മുണ്ടിനും, പാൻറ്റിനും ഷർട്ടിനും, ജീൻസിനും ഷർട്ടിനും, അങ്ങനെ വിവിധങ്ങളായ ചെരുപ്പുകൾ. പെണ്ണുങ്ങളുടെ റാക്കിലാണെങ്കിൽ എന്തോ ഒരു മഴവില്ലിൻ്റെ കളർ പോലെ നിലന്തല്ലി മുതൽ 6 ഇഞ്ചിൻ്റെ ഹീല് വരെയുള്ള ചെരുപ്പ് കാണാം. ഏതോ ഒരു വലിയ ബിൽഡിംഗ് ആണ് ആ റാക്കും ഇരിക്കണേന്നുള്ളൊരു തോന്നൽ. ഇനി വീടിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കടന്നാലും നമുക്ക് അകത്തിടാൻ ചെരുപ്പ് വേണ്ടേ? അത് വേണം ഇല്ലേ? ഇനി ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകണം, ചെരുപ്പ് വേണം, അത് വേണ്ടേ? ഈ ഊണുമുറിയിൽ നിന്ന് അടുക്കളയിലേക്ക് കിടക്കാനും ചെരുപ്പ് വേണം. ഈ ബാത്റൂമിൽ ഇടുന്ന ചെരുപ്പ് ഏത് ചെറിയവൻ്റെ വീട്ടിലായാലും ഏത് വലിയ പ്രസിഡന്റ് വീട്ടിലായാലും ഒരേ കളറാണ് ചെരുപ്പ്, ഒരേ കളറാണ്. പിന്നെ ഈ ചെരുപ്പ് കൊണ്ടുള്ള പ്രധാന ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേനെ കൊല്ലാൻ സൂപ്പറാ. ഈ പാറ്റേനെ കൊല്ലാനായിട്ട് നമ്മൾ എന്തോ ഒരു സ്പ്രേ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പാറ്റ വരുമ്പോൾ നമ്മൾ സ്പ്രേ അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി, പാറ്റ അങ്ങ് ചാവും എന്നാണ് പറയണേ. ഈ പാറ്റ വരുമ്പോൾ സ്പ്രേ നമ്മുടെ കയ്യിൽ വേണമല്ലോ. സ്പ്രേ നമ്മുടെ കയ്യിലുണ്ടാവുമ്പോൾ പാറ്റ വരണമല്ലോ. അപ്പം പാറ്റയും തമ്മിലുള്ള അന്തർധാര നിലനിൽക്കാത്തോടത്തോളം കാലം അത് വർക്കൗട്ട് ആവില്ല. പിന്നെ ചൂല് വേണം. ചൂല് വേണമെങ്കിൽ അത് ഈർക്കിളി ചൂല് വേണം. അത് പറ്റും. ഈർക്കിളി ചൂല് പറ്റില്ല. എല്ലാവരുടെയും വീട്ടിൽ പുല്ലിൻ്റെ ചൂലാ. പുല്ലിൻ്റെ ചൂലുകൊണ്ട് പാറ്റേനെ തല്ലിയ പാറ്റയ്ക്കൊരു കുളിരും തലോടല. പാറ്റ എന്തൊരു സുഖം എന്ന് പറഞ്ഞ പാറ്റ അങ്ങോട്ട് ഓടുമ്പോ നമ്മൾ ചെരുപ്പെടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കുക. 1 or 2 എന്ന് നമ്മളെ ഓടിക്കെങ്കിലും അതവിടെ അങ്ങോട്ട് വർക്കൗട്ടാകും. ഈ പാറ്റ എന്ന് പറഞ്ഞ സംഭവം ഈ വംശനാശ ഭീഷണി നേരിടാത്ത കുറേ ജീവികൾ 2 എണ്ണമാണ് പാറ്റയും പല്ലിയും. എത്ര കൊന്നാലും അതങ്ങോട്ട് വർദ്ധിച്ചങ്ങോട്ട് വരും, സത്യം. പിന്നെ ഈ ചെരുപ്പ് കൊണ്ട് എനിക്ക് പല അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കോലാപുരി ചെരുപ്പ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ചെരുപ്പായിരുന്നു. കോളേജ് ഡേയ്സിൽ എനിക്കത് വേണമെന്ന് പറഞ്ഞു ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിന്നെ പോലെ 5-6 എനിക്ക് വേറെ ഉണ്ട്, നിനക്ക് മാത്രം എല്ലാ പ്രാവശ്യവും ചെരുപ്പ് വാങ്ങിച്ചു തരാനൊന്നും പറ്റില്ല. ഞാൻ നിരാഹാരം കിടന്നപ്പോൾ എൻ്റെ അമ്മാമ്മയ്ക്ക് വിഷമമായി. അമ്മാമ്മ പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാടി. ഓ, അമ്മാമ്മ ഇത്ര ഫാഷനായോ, അമ്മാമ്മ മോഡേണായോ, അമ്മാമ്മ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ആലോചിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മാമ്മ പറയണേ, എടി നീ പറഞ്ഞ സാധനം മേശമ്മ ഞാൻ വെച്ചിട്ടുണ്ട്, നീ ചെന്ന് നോക്കിക്കോ. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ബൗളിൽ കോലാൻ്റെ മീൻകറിയും പൂരി ഉണ്ടാക്കി വെച്ചേക്കണം. അമ്മാമ്മക്ക് ചെവി വെക്കാൻ പറ്റില്ല. അതൊന്നും കുറച്ച് പദമുണ്ട്. ഒരു പ്രാവശ്യം കോലാന്നും കേട്ടു, ഒരു പ്രാവശ്യം ഇതും കേട്ടു, പൂരിന്നും കേട്ടു. അതുപോലെയുള്ള വേറൊരു സംഭവമാണ്. എൻ്റെ മനസ്സമ്മതത്തിന് ഞാൻ പള്ളിയിൽ ചെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോ, എൻ്റെ ചേച്ചിയും കൂടെ ഇറങ്ങിപ്പോ, കാറിൻ്റെ ഡോറ് തുറന്ന് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചി നിന്ന് ചിരിയോട് ചിരി. ഞാൻ ചിരിക്കാൻ പാടില്ലല്ലോ, മണവാട്ടിയല്ലേ. ഞാൻ മുന്തി അങ്ങോട്ട് ഇറക്കി, എന്തിനിങ്ങനെ ചിരിക്കണേന്ന് ചോദിച്ചപ്പോൾ, നീ നോക്കടി എൻ്റെ കാല്. നോക്കുമ്പോൾ എൻ്റെ 6 അടി പൊക്കമുള്ള അപ്പൻ്റെ പറമ്പിലിട്ടുകൊണ്ടാണ് ചെരുപ്പ്. തൽക്കാലത്തേക്ക് വീട്ടിൽ വന്നപ്പോൾ തണുപ്പ് ചവിട്ടാതിരിക്കാൻ വേണ്ടി സിമെൻറ്റ് ചേച്ചി അത് ഇട്ടിട്ടുണ്ടായിരുന്നു. പള്ളിയിലേക്ക് വന്നപ്പോൾ അത് ഊരാൻ മറന്നുപോയി. സർവാഭരണ ഭൂഷിതയായ ചേച്ചി കസൂസാരിയൊക്കെ എടുത്ത് പുട്ടപ്പൊക്കെ ഇട്ട് നോക്കുമ്പോൾ കാലുമ കിടക്കുന്ന ചെരുപ്പ് എന്താ, നിറച്ച് തേഞ്ഞ ബ്ലേഡിൻ്റെ പോലെയുള്ളൊരു ചെരുപ്പ്. അങ്ങനെ ചെരുപ്പ് ശേഷം ഒരെണ്ണം കൂടി ഉണ്ട്. ഞാൻ പുതിയൊരു ചെരുപ്പ് വാങ്ങി ഞാൻ പള്ളിയിൽ പോയി. നമ്മൾ പുതിയതിട്ട് ആദ്യം ഒന്ന് പള്ളിയിൽ പോകണമല്ലോ. പള്ളിയിൽ പോയി അവിടെ നിന്ന് പുറത്തിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ചെരുപ്പ് കാണാനില്ല. ഞാൻ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു കിളവി എൻ്റെ സാരിയിൽ അങ്ങോട്ട് ഉടക്കി, എന്നെ കൊണ്ടുപോകും മോളെ, എന്നെ കൊണ്ടുപോകും മോളെ എന്ന് പറഞ്ഞു. എനിക്കത് ഉൾക്കൊള്ളാൻ കാണില്ല. കുഴിഞ്ഞ കണ്ണുകൾ, എല്ലുന്തിയ കവിളുകൾ, നിറച്ച അവസ്ഥ, വെള്ളം കണ്ടിട്ട് ഒത്തിരി നാളായ ഒരവസ്ഥ. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ അതിനങ്ങോട്ട് അവഗണിച്ചു. അതിനെ ഇത്രയും നാൾ സംരക്ഷിച്ച് പോന്ന ആളെ ഞാൻ അങ്ങോട്ട് നമിച്ചിട്ട് ഞാൻ അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞ് ഞാൻ മണ്ണിലേക്ക് അങ്ങോട്ട് ചവിട്ടി.
ദൈവമേ സൂചി കുത്തുന്ന വേദന. എന്ത് ചെയ്യും ഞാനിനി? നടന്നു പോണോലോ. കല്ലില്ലാത്ത സ്ഥലം നോക്കി കാലിങ്ങനെ വെച്ച് അങ്ങ് നടന്നു. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ ചേച്ചി എന്ത് ഇങ്ങനെ നടക്കണേ. അപ്പം ഞാൻ നിൽക്കും, സാരിയൊക്കെ ശരിയാക്കും, എന്നിട്ട് പിന്നെ നടക്കും. ചുരുക്കി പറഞ്ഞ കവച്ച് വെച്ച് നടന്നു എന്നുള്ളതാണ്. അങ്ങനെ നടന്നങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ ഗേറ്റ് സ്കൂട്ടറും ചാരി ഒരാളവിടെ നിൽപ്പുണ്ട്. അന്ന് അങ്ങേർക്കൊന്ന് വന്ന് എന്നെ ഒന്ന് കൊണ്ടുപോകൂടെ, ഞാൻ കഷ്ടപ്പെട്ട് നടന്നു വന്നതല്ലേ. അപ്പം അങ്ങേര് താക്കോൽ എൻ്റെ കയ്യിലാ, അവിടെ നിൽക്കട്ടെ. ഞാൻ പതുക്കെ നടന്നങ്ങ് പോയി. അവിടെ ചെന്നപ്പോൾ ഈ ആണുങ്ങൾ പെണ്ണുങ്ങൾ ലേറ്റ് ആകുമ്പോൾ കിടന്ന് ചാടി കടിക്കില്ലേ, അതുപോലെ ഒരു ചാട്. നീ ഇത്ര നേരം ആരെ നോക്കിക്കായിരുന്നുടി അവിടെ നിന്ന്? ആഹാ. അപ്പം ഞാൻ ചോദിച്ചേ, നിങ്ങളുടെ മനുഷ്യൻ ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് നടന്നു വന്ന് നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങൾക്ക് ആ വണ്ടിയും കൊണ്ടൊന്ന് എന്നെ ഒന്ന് കൊണ്ടുവരായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ പറയാ, അത് ശരിയായിരുന്നുടി, നിന്റെ നടത്തം കണ്ടപ്പോൾ ഒരു വശപ്പശക് തോന്നിയിടി, സ്കൂട്ടർ നാറ്റിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ വരാഞ്ഞ്. ഞാൻ പറഞ്ഞു, അത് ശരി, അങ്ങനെയാണല്ലേ കാര്യം. ഇന്നിവിടെ വെപ്പം കൂടിയൊന്നുമില്ല, നിങ്ങൾ പോയി 4 ബിരിയാണി ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ടാവും. അപ്പം നിങ്ങളുടെ സ്കൂട്ടറിന് നല്ല ബിരിയാണീൻ്റെ മണം കിട്ടും. ഇനി മോഷണകല അതാരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം നടത്തേണ്ടത് ചെരുപ്പ് മോഷണ. സുന്ദരമായിട്ട് ഹമ്പിൾ ആൻഡ് സിമ്പിൾ ഒരു ചെരുപ്പ് ആരെങ്കിലും ഊരിയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ കയറി ഒന്ന് നിൽക്കുക, 4 വശം നോക്കുക, അതങ്ങിട്ട് അങ്ങ് നടക്കുക. പക്ഷേ ഈ സ്വർണം മോഷ്ടിക്കുന്നവനും പണം മോഷ്ടിക്കുന്നവനും കുറച്ചൊക്കെ രക്ഷപ്പെടും. ചെരുപ്പ് മോഷ്ടിക്കുന്നവന് ശാപമാണ് കിട്ടുക, ശാപം. അത് നന്നാവൂല. കാരണം എന്താണെന്നറിയാമോ? ഈ ചെരുപ്പിൻ്റെ ഉടമസ്ഥന് ഈ ചെരുപ്പില്ലെങ്കിൽ വള്ളിയില്ലാത്ത ട്രൗസർ പോലെയാ, ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റില്ല. അതുപോലെ ചെരുപ്പ് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു ഭർത്താവ് ചെരുപ്പ് സ്വപ്നം കണ്ടിട്ട് ഞെട്ടി അങ്ങോട്ട് എണീറ്റു. ഭാര്യ സംശയിച്ചു. വീടിൻ്റെ പിന്നിൽ ചെരുപ്പ്, ഒരു പുതിയ ചെരുപ്പ്. ഭർത്താവ് അങ്ങ് സംശയിച്ച് ഞെട്ടി എണീറ്റ ആ ഞെട്ടലിൽ കട്ടിറങ്ങിയപ്പോൾ മനസ്സിലായി ഞാൻ കട്ട ചെരുപ്പായിരുന്നു അതെന്ന്. 50 കൊല്ലം പഴക്കമുള്ളൊരു ചെരുപ്പ് ഒരാൾ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പം അയാൾ വിചാരിച്ചു ഇതേതോ പഴയ കാലത്തെ ചെരുപ്പായിരിക്കും. രാത്രി എങ്ങാനും ആ ചെരുപ്പ് തേടി അയാൾ വന്നാലോ എന്ന് വെച്ച് ആൾ കുരിശം പിടിച്ചിട്ടാണ് എല്ലാ ദിവസവും കിടന്നുറങ്ങണത്. പിന്നെ ഈ ചെരുപ്പിനെ നമ്മൾ ആരാധനാലയങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ ചെരുപ്പ് അഴിച്ചിടും. പ്രത്യേകിച്ചും പുതിയ ചെരുപ്പാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിനേക്കാൾ പ്രാധാന്യം നമ്മൾ ചെരുപ്പിന് കൊടുക്കും, ഇല്ലേ? നമ്മളവിടെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന്, ദൈവമേ എൻ്റെ പുതിയ ചെരുപ്പാണേ, ആരും കട്ടുകൊണ്ട് പോയില്ലേ ദൈവമേ. പ്രാർത്ഥന ചെരുപ്പിനെ കുറിച്ചായിരിക്കും. ചെരുപ്പിന് അപ്പോൾ ഒരു ദൈവിക ഭാവം നമ്മൾ കൊടുക്കും. താങ്ക് യു. ചേച്ചി, അയ്യോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഒരു വെറൈറ്റി ടോപ്പിക്, ചെരുപ്പ്. ഇത് ശരിക്കും എങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ എന്റെ വീട്ടിൽ നിന്ന് രാവിലെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു ചെരുപ്പ് അങ്ങോട്ട് കണ്ടു. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെയാണോ? അല്ല, ചെരുപ്പ് അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ എപ്പോഴും നിറയെ ചെരുപ്പ് തടഞ്ഞിട്ട് പാടില്ലെങ്കിൽ ചെരുപ്പ് അവിടെ കൊണ്ട് സൂക്ഷിച്ച് വെക്കുന്നുള്ളൊരു ഇതാ. അന്ന് കളയാനോട്ട് തോന്നൂല. അത് മലയാളികളുടെ സ്വഭാവം, അധികയുടെ ആയാലും കളയില്ല, അത് അങ്ങേറ്റം വരെ അങ്ങോട്ട് ഇട്ട് ഉപയോഗിക്കും. അപ്പം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ചെരുപ്പ് ഒരു സംഭവം തന്നെയാണ് എന്ന് വിചാരിച്ച് അങ്ങനെ കുറേശ്ശെ എഴുതി തുടങ്ങിയതാണ്. അടിപൊളി. എഴുത്തേതായാലും ഗംഭീരമായി. ആ ചെരുപ്പെ പിടിച്ചിട്ട് പറയാവുന്ന എല്ലാ വഴികളിലൂടെ എല്ലാം പറഞ്ഞു പോയി സോഫി ചേച്ചി. ശൈലി കൊണ്ടും അവതരണം കൊണ്ടും ഒക്കെ നന്നായിരുന്നു. പിന്നെ ചില തമാശകൾക്ക് ഈ തമാശ നമ്മൾ ഉണ്ടാക്കിയതായതുകൊണ്ടും നമുക്ക് അറിയാവുന്നതായതുകൊണ്ടും നമുക്കതൊരു 4-5 വാക്കി പറയാൻ പറ്റും. പക്ഷെ അതിൻ്റെ ചില തമാശകൾ ഡീറ്റെയിൽ ചെയ്യേണ്ടത് ഡീറ്റെയിൽ ചെയ്യുക തന്നെ വേണം. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, സോഫി ചേച്ചി ഒരു തമാശ പറഞ്ഞു, ചെരുപ്പ് മോഷ്ടിക്കുന്നതിനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് രാത്രി ഒരു ഭർത്താവ് ഞെട്ടി എണീറ്റു. കാരണം ബാക്കിലൊരു വേറെ ആരുടെയോ ചെരുപ്പ് കിടക്കുന്ന കണ്ടു. പിന്നെ അത് ഞാൻ മോഷ്ടിച്ചത് തന്നെയാ എന്ന് പറയുമ്പോൾ ഈ ഞാൻ ആരാണ്? ആ മറ്റേ മോഷ്ടിച്ച കഥയുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? ആ ചെരുപ്പ് കണ്ടോ? തുടങ്ങിയ എല്ലാ സംഭവങ്ങളും വളരെ കൃത്യമായിട്ട് വരണം. ഭർത്താവ് ഞെട്ടി എണീറ്റു, ബാക്കി ചെരുപ്പ് നോക്കിയപ്പോൾ ചെരുപ്പ് കണ്ടു. അയാൾ ഭാര്യയെ സംശയിച്ചു, ഇതാരുടെ ചെരുപ്പാന്ന് ചോദിച്ചിട്ട് ഒരു പിടുത്തമില്ല. പിന്നെ ഓർത്തപ്പോൾ ഇയാൾ തന്നെ മാറിയിട്ടുകൊണ്ട് വന്നതാണെന്നുള്ള കഥ ഏറ്റവും ഹ്രസ്വമായ വാക്കിൽ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ചില കഥകൾ നമുക്ക് മനസ്സിലാവുള്ളൂ, ചില കഥകൾ നമുക്ക് അങ്ങനെ മാത്രം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് പറഞ്ഞില്ലെങ്കിൽ ആ തമാശ പാഴായിപ്പോവും. ഒരുപാട് ചെരുപ്പ് കഥകൾ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു, സൂപ്പറായി. ഞാൻ ഈ ഇടയ്ക്ക് വിദേശത്ത് പോയപ്പോൾ ഒരു ഷൂസ് മേടിച്ചു, ഒരു ജോഡി. കണ്ടപ്പം ഇങ്ങനത്തെ ചില പുതിയ ഇറക്കുകളായതുകൊണ്ടുള്ള കൗതുകം കൊണ്ട് മേടിച്ചാണ്. അത് ബ്ലൂടൂത്ത് ഷൂസാണ്.
അതിൽ ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ട്. അതിന് നമ്മുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമ്മൾ എത്ര അടി നടന്നു എന്നുള്ളത് കറക്റ്റായിട്ട് ഈ ആപ്പിൽ വരും. നമ്മുടെ ഈ വാച്ചിൽ ഇപ്പം നമ്മുടെ എത്ര സ്റ്റെപ്പ് നടന്നു എന്നുള്ളത് സ്മാർട്ട് വാച്ചിൽ അറിയുന്നതിന് പോലെ തന്നെ ഈ സ്മാർട്ട് വാച്ചിന് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയും. വെള്ളം കുടിക്കാനൊക്കെ അലാറം അടിച്ച് നമ്മൾ ഭയങ്കര ടെൻഷനാകും. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഹൃദയമിടിപ്പിൻ്റെ എണ്ണമൊക്കെ പറയാൻ തുടങ്ങിയാൽ നമുക്ക് വലിയ ടെൻഷനാവില്ല. അതുകൊണ്ട് ആ വാച്ച് ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. ഇതറിയാൻ വേണ്ടി ഈ ഷൂസ് മേടിച്ചിട്ട് ഒരു ദിവസം ട്രെഡ്മില്ലിൽ എറിഞ്ഞ് കുറേ നേരം ഓടിയിട്ട് നോക്കിയപ്പോഴേ എൻ്റെ ഇടത്തേക്കാലും വലത്തേക്കാലും തമ്മിൽ 1000 സ്റ്റെപ്പിൻ്റെ വ്യത്യാസമുണ്ട്. ആഹാ, പുറത്തുനിന്ന് മേടിച്ച ഷൂസ് എങ്ങനെ നന്നാക്കണമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. എങ്ങനെ നോക്കിയിട്ടും ഇടത്തേക്കാലിനേക്കാളും 1000 അടിയൊക്കെ വലത്തേക്കാലും കൂടുതൽ കിടക്കുന്നുണ്ട്. പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ഓടുമ്പോൾ ഇപ്പുറത്തേക്കാലിന് ഇടത്തേക്കാലും വരും. അങ്ങനെ മൊത്തം ടെൻഷനായിട്ട് ഇപ്പോൾ ഇടാറില്ല. ചേച്ചി വളരെ രസകരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. എപ്പോഴത്തെയും പോലെ ചേച്ചിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയാ, കൊണ്ടുവരുന്ന ഭയങ്കര രസമാണ് കൊണ്ടുവരുന്ന. നമുക്ക് ചേച്ചി അധ്വാനിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? വീട്ടിൽ ഇരുന്ന് ഈ ചെരുപ്പിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, അതിന് വേണ്ടി ചേച്ചി എടുക്കുന്ന എഫേർട്ടൊക്കെ അത് പക്ഷെ ഇവിടെ വന്നിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യണേ. പക്ഷെ ഇതിന് പിന്നിൽ അതിന് വേണ്ടി എടുക്കുന്ന എല്ലാ പ്രയത്നങ്ങളും ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡയാനയ്ക്ക് എത്ര ചെരുപ്പുണ്ട്? എനിക്കോ? എണ്ണീട്ടില്ല, കുറെ ജോഡിയുണ്ട്. ചേച്ചിക്ക് എത്ര ചെരുപ്പുണ്ട്? എനിക്ക് 4-5 ജോഡിയുണ്ട്. 5 ജോഡി. താത്തയ്ക്ക് എത്ര ജോഡി ചെരുപ്പുണ്ട്? ഒറ്റെണ്ണം. ഈ ഇട്ടേക്കുന്ന രചനയ്ക്കോ? എനിക്കൊരു 10-15 ജോഡി ചെരുപ്പുണ്ട്. ഭയങ്കര വീക്ക്നെസ് ആണ്. രചന ഡാൻസ് കളിക്കാനൊക്കെ പോവായിരുന്നോ? പോവായിരുന്നു. അപ്പൊ ചെരുപ്പ് ഇഷ്ടമാരി കിട്ടും. അത്ര തന്നെ. ചേച്ചി വളരെ രസകരമായിട്ടാണ് ചേച്ചിയുടെ എല്ലാ പ്രസന്റേഷനും എടുത്തു കൊണ്ടുവരുന്ന ടോപ്പിക്സും ഒക്കെ. അങ്ങനെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. താത്തയ്ക്ക് ഒറ്റ വാക്ക പറയാനുള്ളൂ. അതായത് സോഫി ചേച്ചിയുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും താത്ത യോഗ്യല്ല. അപ്പൊ അതുകൊണ്ട് ഇത്രയും നല്ല ഒരു സബ്ജക്റ്റ് കൊണ്ടൊന്നും ഇങ്ങനെ ഞങ്ങളുടെ ആത്മീയാണ്ട് പൊലിപ്പിച്ചില്ലേ, അത് തന്നെ ഭയങ്കര ഒരു സംഭവമാണ്. ആരും ചിന്തിക്കാത്ത ചിന്തകളൊക്കെയാണ് സോഫി ചേച്ചിയുടെ മനസ്സിൽ വന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായിരിക്കും കൊണ്ടുവരണമെന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഞാനിരിക്കണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ സോഫി ചേച്ചി പെർഫോമൻസ് ഗംഭീരായി, നമുക്ക് മാർക്സ് അറിയാം. ഗുഡ് ലക്ക്. സോഫി പോളി, കാവ്യ ശ്രീനിവാസൻ, ഇപ്പൊ രണ്ടുപേരുടെയും പെർഫോമൻസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവരുടെ മാർക്സ് അറിയാം. സോഫി ചേച്ചിക്ക് 50-ൽ 46, കാവ്യക്ക് 50-ൽ 45. സോഫി ചേച്ചി 50-ൽ 47, കാവ്യ 50-ൽ 45. So that makes Kavya is getting 90 out of 100 and Sophie Chechi is getting 93 out of 100. Very good. Appo the best performer is Sophie Polly. Congratulations. Once Upon a Time Season 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. പങ്കെടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ funsupon8time@gmail.com അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ മറ്റൊരു കളർഫുൾ എപ്പിസോഡ് കൂടി പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം.